ദൈവ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. റോമാലേഖനം 5-ാം അധ്യായം 3 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ വായിക്കുന്നു. കഷ്ടത സഹിഷ്ണുതയെയും, സഹിഷ്ണുത സിദ്ധതയെയും, സിദ്ധത പ്രത്യാശയും ഉളവാക്കുമെന്നറിഞ്ഞ് നാം കഷ്ടങ്ങളിലും പ്രശംസിക്കുന്നു. ടർണർ എന്ന മഹാനായ കലാകാരനെക്കുറിച്ച് തൻ്റെ ജീവിതത്തിൽ നടന്ന അവിസ്മരണീയമായൊരു സംഭവം രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇപ്രകാരമാണ്. താൻ വരച്ച കടലിലെ കൊടുങ്കാറ്റിൻ്റെ കലാസൃഷ്ടി കാണിക്കുന്നതിനായിട്ട് ചാൾസ് കിങ്സ്ലിയെ തൻ്റെ സ്റ്റുഡിയോയിലേക്ക് ടർണർ ക്ഷണിക്കുകയുണ്ടായി. മനോഹരമായ ചിത്രം കണ്ട് മറ്റെല്ലാം മറന്ന് വിസ്മൃതിയിലാണ്ട് ലയിച്ച കിങ്സ്ലി ഇതെങ്ങനെ സാധിച്ചുവെന്ന് വളരെ ജിജ്ഞാസയോട് ചോദിച്ചപ്പോൾ ടർണർ പശ്ചാത്തലം വിവരിച്ചു. കടലിൽ സംഭവിക്കുന്ന കൊടുങ്കാറ്റിനെ വരച്ചു കാട്ടുവാൻ താൻ അധികമായി ആഗ്രഹിച്ചിരുന്നു. അതിനായിട്ട് ബോട്ടുടമയായ ഒരു മുക്കുവനെ ഏർപ്പാടാക്കി. ഏത് സമയത്തും കൊടുങ്കാറ്റടിക്കുവാൻ സാധ്യതയുള്ളതിനാൽ താൻ അത് നിരീക്ഷിക്കുവാൻ സദാ തയ്യാറായി നിന്നു. അത്യുച്ചസ്ഥായിയിൽ കൊടുങ്കാറ്റടിക്കുവാൻ സാധ്യതയുള്ള സ്ഥലത്തേക്ക് ബോട്ട് നീങ്ങി. കൊടുങ്കാറ്റ് വളരെ പ്രക്ഷുബ്ധമായിരുന്നതിനാൽ ബോട്ടിൻ്റെ അടിത്തട്ടിലിരിക്കുവാനും അങ്ങനെ ശക്തമായ കാറ്റ് തൻ്റെ മേൽ പതിക്കുവാൻ താൻ ആഗ്രഹിച്ചു. എന്നാൽ താൻ കൊടിമരത്തിൽ കെട്ടപ്പെട്ടവനായിരുന്നതിനാൽ തനിക്ക് അതിന് കഴിഞ്ഞില്ല. കൊടുങ്കാറ്റടിച്ച് അലയേറുന്ന പ്രതികൂലമായ രംഗം താൻ നേരിൽ കാണുക മാത്രമല്ല, അതിൻ്റെ ഭയാനകത നേരിട്ട് അനുഭവിച്ച താൻ മടങ്ങിയെത്തി ആ ചിത്രം വരച്ചു തുടങ്ങി. തൻ്റെ അനുഭവം ജീവിതത്തിൻ്റെ ഭാഗമാണ്. ചിലപ്പോൾ ഇരുമൂടിയ കാർമേഘവും ചിലപ്പോൾ പ്രകാശപൂരിതമായ സൂര്യപ്രകാശവുമാകാം. ചിലപ്പോൾ സന്തോഷവും ചിലപ്പോൾ വേദനയുമാകാം. ജീവിതം അത് സന്തോഷത്തിൻ്റെയും ദാരുണമായ കൊടുങ്കാറ്റിൻ്റെയും ഒരു വലിയ മിശ്രിതമാണ്. ഇത്തരുണത്തിലുള്ള സാഹചര്യങ്ങളെയും അനുഭവങ്ങളെയും പിറുപിറുപ്പില്ലാതെ നിരീക്ഷിക്കുവാനും സ്വീകരിക്കുവാനും അഭിമുഖീകരിക്കുവാനും കഴിയുന്നവർക്ക് ഇതിൽ കൂടെയെല്ലാം ഐശ്വര്യസമ്പന്നമായ ദൈവപ്രസാദമുള്ള ജീവിതം നയിക്കുവാനും സർവോപരി അനുഭവിച്ചറിഞ്ഞ സാഹചര്യങ്ങൾ ഏത് പ്രതികൂലങ്ങളെയും ശുഭാപ്തി വിശ്വാസത്തോടെ നേരിടുവാനും ഇടയാക്കുന്നു. ഭൗമിക ജീവിതത്തിൽ നേടിയ വിജയം ശാശ്വതമായ സ്വത്തായി മാറുന്നു. ജീവിതമാകുന്ന പടകിൽ കൊടുങ്കാറ്റടിച്ച് അലമാലകൾ ഉയരുമ്പോൾ നമ്മോടൊപ്പമുള്ള അരുമനാഥൻ തൻ്റെ വചനങ്ങളാൽ നമ്മെ ശക്തരാക്കും, ശാന്തി നൽകും. യാതൊരു ശക്തികൾക്കും ക്രിസ്തുഭക്തനെ യേശുവിലുള്ള ദൈവസ്നേഹത്തിൽ നിന്നും മാറ്റി നിർത്തുവാൻ കഴിയുന്നതല്ല, വേർപിരിക്കുവാനും സാധ്യമല്ല.